ബി.ജെ.പിക്ക് മലപ്പുറം ജില്ലയിൽ നിർണായക സ്വാധീനമുള്ള മണ്ഡലമാണ് താനൂർ. താനൂരിൽ ഇത്തവണ എൻ.ഡി.എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റായ ദീപ പുഴയ്ക്കലാണ്. എന്തൊക്കെയാണ് പ്രധാനമായും എൻ.ഡി.എ താനൂരിൽ ഉയർത്തിപ്പിടിക്കുന്ന കാര്യങ്ങൾ? താനൂരിലെ വികസന മുരടിപ്പ് തന്നെയാണ് ഇവിടെ ഉയർത്തിപ്പിടിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ രാജ്യം മുഴുവനും വികസനത്തിന് വേണ്ടി മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കേരളവും മാറുമ്പോൾ ഈ താനൂർ മണ്ഡലം മാറിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത്തവണത്തെ ഇലക്ഷനിൽ കാര്യമായിട്ട് വികസന രാഷ്ട്രീയം മാത്രമാണ് എൻ.ഡി.എയും ബി.ജെ.പിയും ലക്ഷ്യം വയ്ക്കുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതും. അപ്പോൾ ഇത്തരം മന്ത്രി എന്നുള്ള നിലയിലുള്ള വികസനമൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. സ്റ്റേഡിയം ആയാലും റോഡായാലും പാലങ്ങൾ എന്നുള്ള നിലയ്ക്കുള്ള വലിയ വികസനം നടന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. സ്റ്റേഡിയവും റോഡും പാലങ്ങളും മാത്രമല്ലല്ലോ വികസനം എന്ന് പറഞ്ഞാൽ. വികസനം എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിൻ്റെ വികസനം, ഒരു പ്രാദേശികമായി ഒരു സമൂഹം അവിടെ ജീവിക്കുന്ന ആളുകളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ നടപ്പിലാക്കി കൊടുക്കുക, പ്രാദേശികമായിട്ടുള്ള വികസനങ്ങൾ ഉണ്ടാവുക, അത് തന്നെയാണ് വികസനം എന്ന് പറഞ്ഞാൽ. അത് നടപ്പാക്കാൻ 100% സത്യസന്ധമായി ചെയ്തിട്ടില്ല എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണല്ലോ ഈ മണ്ഡലം ഇട്ടേച്ചിട്ട് അപ്പുറത്തെ മണ്ഡലത്തിലേക്ക് പോയിട്ടുള്ളത്. അവിടെ ചേക്കേറിന് വന്നത് അതുകൊണ്ടാണ്. പൂർണ്ണമായും വികസനം നടപ്പാക്കിയെന്ന് അവകാശപ്പെടുമ്പോൾ ഇവിടെ മത്സരിക്കാൻ പിന്നെ ഭയക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇടതുപക്ഷം SDPയുമായും അതുപോലെ തന്നെ UDF ജമാഅത്ത് ഇസ്ലാമിയെല്ലാം സഖ്യമുണ്ടാകും. ഇതെങ്ങനെയാണ് ഈ മണ്ഡലത്തിൽ സ്വാധീനിക്കുക? UDFൻ്റെയും LDFും പ്രത്യേക വിഭാഗങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് രാഷ്ട്രീയത്തെ അതല്ലെങ്കിൽ ജനാധിപത്യത്തെ വേറൊരു രീതിയിലേക്ക് വളച്ചൊടിച്ച് കൊണ്ടുപോകാമെന്ന് പറയുമ്പോൾ അത് ഒരിക്കലും ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള ആർക്കും അംഗീകരിക്കാൻ കഴിയില്ല. ഞങ്ങളിവിടെ ഉയർത്തുന്ന രാഷ്ട്രീയം ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ രാഷ്ട്രീയം വികസന രാഷ്ട്രീയമാണ്. അതോടൊപ്പം ചേർന്ന് നിൽക്കാൻ പറ്റുന്ന ആരായാലും ഇവിടുത്തെ വോട്ടർമാർ അതിൽ പ്രത്യേക കാറ്റഗറിയോ പ്രത്യേക വിഭാഗങ്ങളോ പ്രത്യേക രാഷ്ട്രീയ പാർട്ടി എന്നൊന്നും ഞങ്ങൾ നോക്കുന്നില്ല. ഞങ്ങൾക്ക് ലക്ഷ്യം വികസനം മാത്രമാണ്. അതോടൊപ്പം ചേർന്ന് നിൽക്കുന്ന എല്ലാവരെയും അതിനോടൊപ്പം അണിചേർത്തിക്കൊണ്ട് മുന്നോട്ട് പോകും. താനൂർ നഗരസഭയിൽ പ്രതിപക്ഷം BJP-യാണ്. ആ നിലയ്ക്ക് എത്രത്തോളം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ NDA മുന്നോട്ട് പോകും? CPMൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള വോട്ടർമാർക്ക് അവരുടെ വോട്ട് രേഖപ്പെടുത്താൻ സ്വന്തം ചിഹ്നം പോലും നിഷേധിക്കപ്പെട്ടിരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ താനൂരിലുള്ളത്. അവിടെ പ്രധാന പ്രതിപക്ഷം BJP തന്നെയാണ്. അത് ഞങ്ങൾ ഉയർത്തി കാണിക്കുകയാണ് ചെയ്യുന്നത്. ആത്മവിശ്വാസം ഉണ്ട്. ഇവിടെ നിന്നിപ്പോൾ റാലി നടക്കാൻ പോവുകയാണ്. ലിയാണ്ടർ പൈസ് ഇന്നിപ്പോൾ റാലിക്ക് എത്തുകയാണ്. അപ്പോൾ എല്ലാവരും എല്ലാ മുക്കിലും മൂലയിലൊക്കെ നല്ല വികസനം ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയം ഉയർന്നു വന്നതുകൊണ്ട് എല്ലാവരും ഭാരതീയ ജനതാ പാർട്ടിക്കൊപ്പം NDAക്കൊപ്പം അണിചേരണം. അപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് ഇന്ന് പലരും BJPയുടെ ഒപ്പം പോന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് നൽകുന്നത്. എന്തായാലും താനൂർ മണ്ഡലത്തിൽ ദീപ പുഴയ്ക്കൽ വലിയ ആത്മവിശ്വാസത്തിലാണ്. NDA ഇത്തവണ താനൂരിൽ വലിയ മാറ്റം സൃഷ്ടിക്കുമെന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. താനൂരിൽ നിന്നും ക്യാമറമാൻ അമർജിത്തിനോടൊപ്പം T. K. രവീന്ദ്രൻ, അമൃത ന്യൂസ്.